ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT ലിസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടുപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. തന്റെ സിനിമാ കരിയറിൽ തുടക്കത്തിൽ തിളങ്ങി നിന്നതും പിന്നീട് അങ്ങോട്ട് ആ തിളക്കം മങ്ങി പോയതുമായ താരമാണ് മാത്യു തോമസ്. അത്തരത്തിൽ മാത്യു തോമസ് പിന്നെ നമ്മുടെ വാഴ സിനിമയിലെ മായ എന്നിവർ പ്രധാന റോളിലെത്തിയ മലയാള ചിത്രമാണ് നൈറ്റ് റൈഡേഴ്സ്, അതായത് രാത്രിയിലെ സഞ്ചാരം എന്ന്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, മാത്യു തോമസ് നായകനെ എത്തിയ ഈ ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ OTT അവകാശങ്ങൾ C5 സ്വന്തമാക്കുകയും ഈ ഒരു സിനിമ ഇന്ന് ഫെബ്രുവരി 6-ാം തീയതി വെള്ളിയാഴ്ച ചിത്രം C5 വഴി മലയാള ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. അറിയോ മാർക്കോ ആരാന്ന്? സാറിന് ഓർപ്പുണ്ടോ, അവരെന്റെ ശത്രുക്കളാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമുന്നിൽ വേദനിച്ചില്ലാതെ ആവുന്നതാണ്. മാർക്കോ എന്ന ചോരക്കളി കൊണ്ട് സമ്പന്നമായ വയലൻസ് സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മറ്റൊരു ശാന്തമായ ചിത്രമാണ് മിണ്ടിയും പറഞ്ഞും. സത്യം പറയാലോ, ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററുകളിൽ റിലീസായത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളും ഈ ഒരു സിനിമയെ പറ്റി ഇപ്പോഴാണ് അറിയുന്നതെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരുടെ സന്തോഷത്തിലൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ റൊമാൻറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സൺനെക്സ്റ്റ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സിനിമയും ഇന്ന് ഇപ്പോൾ മുതൽ സൺനെക്സിലൂടെ മലയാള ഭാഷയിൽ മാത്രം OTT റിലീസ് ആരംഭിച്ചിട്ടുണ്ട്. മാരുതി ദസാരിയുടെ സംവിധാനത്തിൽ പ്രഭാസ് നായകനായി എത്തിയ തെലുങ്കു ചിത്രമാണ് രാജാ സാബ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലെത്തി 8 നിലയിലല്ല 16 നിലയിൽ പൊട്ടി പണ്ടാറടങ്ങിയ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ബട്ട് വൈ, എന്തിന്? അപ്പോൾ ദുരന്തത്തിന്റെ അങ്ങേയറ്റമായി മാറിയ ഈ ഒരു സിനിമ ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ 4ഓളം ഇന്ത്യൻ ഭാഷകളിൽ ഈ ഒരു സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദുരന്ത സിനിമകളൊക്കെ കാണുമ്പോഴാണ് ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ സാധനം ഈ ഒരു പുള്ളിക്കാരനാണ് ചെയ്തതെന്ന് വിശ്വസിക്കാൻ കഴിയാത്തത്. വാട്ടവർ, ഇനി എന്തായാലും ബാഹുബലി അതിന്റെ തട്ടങ്ങ് താണു തന്നെ ഇരിക്കും. എന്നെ കൊല്ലാൻ കഴിയില്ല മാമ. സൂര്യയുടെ സുററേ പോട്ടർ എന്ന കിടിലൻ സിനിമയുടെ സംവിധായികയായ സുധയുടെ സംവിധാനത്തിൽ ശിവകാർത്തികേയൻ നായകനായി എത്തിയ തമിഴ് ചിത്രമാണ് പരാശക്തി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഒരു വർഷത്തിൽ 1-2 ചിത്രങ്ങൾ മാത്രമാണ് ശിവകാർത്തികേയൻ കമ്മിറ്റ് ചെയ്യുന്നത്. അതും ഏറ്റവും നല്ല ചിത്രങ്ങൾ മാത്രം. പലരും കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ് ഇത് എന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. എനിവേ, പറഞ്ഞു വരുന്ന കാര്യം, ശിവകാർത്തികേയൻ, ശ്രീല എന്നിവർ പ്രധാന റോളിലെത്തി ആവറേജ് അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ C5 സ്വന്തമാക്കുകയും ചിത്രം നാളെ ഫെബ്രുവരി 7-ാം തീയതി ശനിയാഴ്ച സിനിമ C5-ലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ചിത്രത്തിനായി.